പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ, പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ അനന്ത കൃപയെ ഓർക്കുന്നു. ഈ പ്രഭാതത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കുവാൻ കഴിയുമോ? അവർ ഉപവസിക്കേണ്ട സമയം സമാഗതമാകും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അവർ ഉപവസിക്കാത്തതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട എന്ന് കർത്താവ് പരിസയരോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കർത്താവ് നൽകിയത്. അതുപോലെ തന്നെ കർത്താവ് ഉറപ്പിക്കുന്നുണ്ട്, പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ ഒഴിച്ചു വയ്ക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും ചൈതന്യവും നിങ്ങൾ സ്വീകരിച്ച ഓരോരുത്തരും ആ ചൈതന്യത്തിൽ നിൽക്കാനായിട്ടുള്ള വലിയൊരു വിളി നിങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകണം. ഇന്ന് കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ നിൻ്റെ തിരുമുമ്പിലേക്ക് കടന്നു വരുവാനും നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കാനും വിളിച്ചതിനെ ഓർത്തു നന്ദി പറയുന്നു. പ്രാർത്ഥന ഉപവാസവും കൂടാതെ ഒരു തിന്മയെ അകന്നു പോവുകയില്ലെന്നും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കാനുള്ള സമയത്ത് ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമെന്നും ഞങ്ങളെ ഓരോരുത്തരും ഓർപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുവാൻ സമ്പൂർണ്ണമായിട്ടും പിതാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് പിതാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച അങ്ങയെപ്പോലെ സമ്പൂർണ്ണമായിട്ടും അങ്ങയുടെ തിരുക്കരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും അങ്ങയുടെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കരുണയും സ്നേഹവും എപ്പോഴും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരും ഈ ദിനം അനുഗ്രഹിക്കണമേ. നിൻ്റെ വഴികളിലൂടെ നടത്തണമേ. നിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ തക്കവിധം പ്രാർത്ഥിക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.